പണ്ടൊക്കെ CPM നേതാക്കന്മാരുടെ CPM പ്രവർത്തകരുടെ ഒരു വലിയൊരു കൺസേൺ BJP എത്ര വോട്ട് ജയിക്കുന്നു, BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് വരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജി ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ BJPയെ അത്രമാത്രം ശത്രുതയോടുകൂടി കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു കേവല സംശയം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളത് അത് CPMൻ്റെ കൺസേൺ അല്ല, അത് UDFൻ്റെയും കൺസേൺ അല്ല, അത് പിന്നെ ആരുടെ കൺസേൺ ആണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ BJP ഇപ്പോൾ കോഴിക്കോട് അവർ 7 സീറ്റ് ഉണ്ടായിരുന്നത് അവർ നേരെ ഇരട്ടിയാക്കി 14 ആക്കിയിട്ടുണ്ട്. പല സീറ്റുകൾ കൃത്യമായ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബ്യൂറോക്രാറ്റ്, അതൊരു ബ്യൂറോക്രാറ്റിക് സമീപനമാണ് പാർട്ടിയിൽ കൊണ്ടുവന്നതെന്നും അതിൽ പാർട്ടിക്ക് വലിയ അസംതൃപ്തിയുണ്ട് എന്നും RSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നല്ല ഒരു ബന്ധമല്ല അദ്ദേഹത്തിന് ഉള്ളതെന്നും മുൻ പ്രസിഡന്റുമാർ പലരും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുമുള്ള പ്രതീതിയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ കവിഞ്ഞ് വെച്ചുള്ള റിസൾട്ടാണ് ഉണ്ടായത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കാരണം എന്നുള്ളത് അത് ഈ BJPക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റിഗ്മയായി കാണുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നല്ലോ. BJP ജയിക്കും, അത്തരത്തിൽ ഒരു ഘട്ടം BJP കടന്നു കഴിഞ്ഞാൽ, ത്രഷോൾഡ് ഉണ്ട്, അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ BJP ജയിക്കാത്തത് അല്ലെങ്കിൽ BJPക്ക് കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് അത് ഇവിടുത്തെ എറിത്മെറ്റിക്കാണ്, അത് നമ്മുടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ നമ്പറാണ്. അപ്പോൾ അതിൽ കവിഞ്ഞ ഒരു പ്രതീക്ഷ അവരതിലുണ്ടാവില്ല. അതിൽ ക്രിസ്ത്യൻ വോട്ടിൽ പ്രത്യേകിച്ച് BJP കടന്നു കയറാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമാണ്. കാരണം തൃശ്ശൂർ, എറണാകുളം ആ മേഖലകളിൽ ഇവർ പ്രതീക്ഷിച്ച ഒരു ഡിപ്ലോമസി ഉണ്ടല്ലോ, ആ ഡിപ്ലോമസി നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ആശ്വസിക്കാൻ പറ്റുന്നത് കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോയ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവണം. അത് ഒരു വലിയൊരു കോൺഗ്രസ് സംബന്ധിച്ച ആശ്വാസമാണ്. അപ്പോൾ BJPയുടെ വളർച്ച എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ കാലത്തും കച്ചകെട്ടി നിന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് BJP ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണോ എന്നുള്ള ആ ഒരു നിലപാട് മാറിയോ? അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്.